പയ്യനായ എന്നെ കേരവൃക്ഷം കയറാൻ പഠിപ്പിക്കണം. അതിന്റെ കാര്യമില്ല. സാറേ നിന്നേ. ഇല്ല സാറേ തെങ്ങി കയറണോ? പിന്നെ ഇറങ്ങാൻ 10 രൂപ കൊടുത്തത് ഒരെണ്ണം വാങ്ങിച്ചാ പോരെ സാറേ? സാധ്യമല്ല. അതിന്റെ കാര്യമില്ല. ശരി തൊട്ട് തൊഴുതോ. ഞാൻ ആലോചിച്ചോളാം. മാറി നിൽക്ക. മാറി നിൽക്കാൻ. അമ്മ അയ്യോ സാറേ എന്ത്? അതെ ഇങ്ങനെ പിടിച്ച് കാല് വെച്ച് അങ്ങനെ കയറണം. ഞാൻ ആലോചിച്ചോളാം. നേരത്തെ ഞാൻ കുറച്ച് കയറിയായിരുന്നു. പക്ഷെ ഇനി താഴെ നിന്ന് കയറണം. ഇവിടെ നിന്ന് കയറി നിന്നെന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് കയറാൻ പറ്റൂലല്ലോ. നേരത്തെ എത്ര കയറുന്നുണ്ട്. ഇപ്പൊ ഇവിടെ നിൽക്കണ. കൊള്ളാം. പിന്നെ ബാക്കി ബാക്കി ആര് കയറും? ഞാൻ കയറും. വല്ല കാര്യമില്ല. പറയില്ലേ എന്തായാലും സാറിന് കയറാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. സാറിന്റെ ഐഡിയയിൽ വേറെ എന്തെങ്കിലും ഉണ്ടോ? കുലിക്കാൻ ചിലപ്പോ വീണാല മാങ്ങൊക്കെ വീഴുമ്പോ ഇങ്ങനെ ഇവിടെ തെങ്ങേറ്റ തൊഴിലാളി വേണ്ടല്ലോ. ചവിട്ടി ഒന്ന് കുലിക്കാൻ പോലും തേങ്ങ വീഴുമല്ലോ. ഈ TNGD തെങ്ങായിരുന്നു കുഴപ്പമില്ലായിരുന്നു. ഹൈറ്റ് തീരെ കുറവായിരുന്നു. ഒന്ന് പറിക്കാൻ പറ്റും. ഉൾപ്രാശനം പറഞ്ഞേക്കട്ടെ വല്ല കാര്യമുണ്ടോ? അല്ലേ കടയിൽ നിന്ന് 10 തേങ്ങ വാങ്ങണം. തോപ്പിക്കാൻ നോക്കല്ലേ. മോഹനേഷനെ തോപ്പിക്കാൻ നോക്കല്ലേ. കൊള്ളാം. കറണ്ട് അടിച്ച് ചാവുന്നു സാറേ. ഇതൊന്നും കാണിക്കുന്നേ. ഒരു കാര്യം ചെയ്യാം. പകുതി ദൂരം കയറിട്ട് തോട്ടൊന്ന് പറിക്കാം. കമ്പ് ഞാൻ എടുക്കാൻ സാർ എന്റെ തലയിൽ നിൽക്കല്ലേ. കമ്പ് പറ്റുന്നില്ലല്ലേ? എന്തുകൊണ്ട്? ഞാൻ കമ്പെടുക്കാൻ പോയാ സാറ് തറപ്പോ. ഞാൻ കമ്പെടുക്കണോ അതോ സാറിനെ ഇങ്ങനെ താങ്ങി നിർത്തണോ? പെട്ടെന്ന് എനിക്കൊന്നും ചെയ്യാൻ പറ്റൂല. കമ്പെടുക്കട്ടാ. കമ്പെടുക്കട്ടാന്ന്. അതിനപ്പോ കമ്പ് വേണ്ടേ? കമ്പ് വേണം. താഴെ ഇറങ്ങണോ? രണ്ടും വേണം. എനിക്ക് ഒരു കാര്യം ഞാൻ പൂട്ടിട്ട് നിൽക്കാം. പിടിച്ചാ സാറേ നമ്മള് ടൂറൊക്കെ പോകുമ്പോ കൊരകന്മാരിരിക്കുന്ന കണ്ടിട്ടില്ലേ? അതുപോലെ കത്രിക പൂട്ടിട്ടിരിക്കടാ കൊരക. ഞാനിപ്പോ അങ്ങനെ ഇരിക്കുന്നത്. അങ്ങനെ ഇനി ഞാൻ കമ്പെടുക്കട്ടാ. എടുക്ക്. ഞാൻ തലയെടുക്കാരെ വീഴരുതേ. പിടിച്ചോ. ഇനി ഇതെങ്ങനെ പിടിച്ചോ പിടിച്ചോ പിടിച്ചോ. അടിച്ചിട്ട് അടിച്ചിട്ട് താങ്ങ അടിച്ചിട്ട് അടിച്ചിട്ട് അടിച്ചിട്ടോ. കുത്ത് കുത്ത്. അങ്ങനെ പോയി. കമ്പ് പോയി. അയ്യോ എന്റെ കൈ നെഞ്ചറിയുന്നു. ഇപ്പൊ മനസ്സിലായ തെങ്ങക്കാരന്റെ ബുദ്ധിമുട്ട്. ഉൽപ്പലാശം 50 രൂപ ചോദിച്ചതിന്റെ ബുദ്ധിമുട്ട് പിടി കിട്ടിയാ സാറിന്. കടയിൽ നിന്ന് മാറ്റിട്ട തേങ്ങ വേണ്ട വേണ്ട. ശരി ഇനി ഒരൊറ്റ ഐഡിയ ഉള്ളൂ. എന്റെ ഐഡിയ. കാലിങ്ങനെ നിൽക്കുന്നില്ല അല്ലേ സാറേ? വഴിയുണ്ട്. എന്ത് വഴി? ഓർത്താ നല്ല ഐഡിയ കൊണ്ട് മൊത്തം പേർക്കുടക്കാനാണ് ഞാൻ ഇതെടുത്തോണ്ട് വന്നത്. കാരണം എന്റെ വായി വരുന്ന ഞാൻ മെല്ലെ വിളിച്ച് പറയും. എന്നിട്ടുണ്ട് എന്ത് ഇതെന്തുവാ? തോർത്ത് തോർത്ത് തപ്പടി. എന്ത് കച്ച കേട്ടാ പോണ? ഇത് തലയിൽ വെക്കാനാണ് ഞാൻ ഉണ്ടാക്കി തന്നെ. സാറ് 2 കാലും തമ്മിൽ ഗ്രിപ്പ് കിട്ടുന്നതിന് വേണ്ടി യോമാരിടുന്ന സാധനമാണ്. ഇതിന്റെ തളപ്പെന്ന് പറയും. ഒരു കാലിലിട്ടാ മതിയാ. സാറിന് വല്ലാത്ത തളപ്പിയാണ് കേട്ടാ. എനിക്ക് ശരി 2 കാലിട്ടയ്യാ. എന്നിട്ട് നടക്കുന്ന എങ്ങനെ മറിഞ്ഞു വീഴും. ഇതെന്തോന്ന് സാറേ? പോകുമ്പോൾ മുണ്ട് മടിഞ്ഞ് കെട്ടാതെ വെള്ള പനിയുടെ ഇട്ടോണ്ടോ? മുണ്ടഴിഞ്ഞു. പിടിവിടുന്നു. എന്റെ പൊന്നെ പിടിവിടുന്നു. പിടിവിടുന്നു. നന്നായി. സാർ BSc കെമിസ്ട്രിക്ക് ഫിസിക്സ് സബ്ബായിട്ട് പഠിച്ചിട്ടില്ലേ? അതിൽ ഒരു സ്റ്റെപ്പ് കഴിഞ്ഞ് മറ്റേ സ്റ്റെപ്പ് എന്നുള്ള ഇല്ലേ? അതില്ലേ സാറേ?
അതിലിത് പറയുന്നില്ലേ തെങ്ങേറ്റത്തിന്റെ അല്ല ഉത്തമ ഭൂമി എല്ലാ വസ്തുക്കളെയും അച്യുതനിലേക്ക് ആകർഷിക്കുന്നല്ലേ പറയുന്നത്? അച്യുതന്റെ അല്ല അച്യുതണ്ട് ആകർഷിക്കുന്നു. പിന്നെ ഇനിയിപ്പോ തേങ്ങയ്ക്ക് എന്തോ ചെയ്യും? ഒന്നും അറിയില്ല. 10 രൂപയ്ക്ക് വാങ്ങിച്ചാലോ സാറേ? തോപ്പിക്കാൻ നോക്കാം സാറേ. രണ്ടുപേരും കൂടെ അമ്പലത്തിലേക്ക് പോവുകയായിരുന്നു തൊഴുന്നതിന് വേണ്ടി. കത്രിക പൂട്ടിട്ട് നടന്ന എന്താണെന്ന് വക്കീല് കണ്ടല്ലേ? തേങ്ങ കൃത്യമായിട്ട് സാറിന്റെ ഉച്ചാന്തലെ തന്നെ വീണ്. നല്ല നോക്ക്. തെങ്ങാണെങ്കിൽ നല്ല ഉന്നാണ് കേട്ടോ. വല്ല കാര്യമുള്ള കാര്യമാണോ? നിസ്സാരമായൊരു 10 രൂപ മുടക്കി ഒരു തേങ്ങ വാങ്ങാൻ മടിച്ചിട്ടല്ലേ ഇതുണ്ടായത്? ഇങ്ങനെ എത്ര പറ്റിയാലും മോനോട് പഠിക്കില്ല. ഉത്തമ, വില്ലേജ് ഓഫീസറുടെ തലേ പിണ്ണാക്കാണെന്ന് ഞാൻ പറഞ്ഞപ്പോ കളിയാക്കിയതാണ് നിങ്ങൾ പറഞ്ഞു. ഇപ്പോഴോ ഒരു ചാക്ക് നിറയെ പുണ്ണാക്കാം. ഉച്ചക്കത്തെ കറി വെക്കാൻ ഒരു തേങ്ങ വേണമെന്ന് പറഞ്ഞതിന് വല്യമായി വർത്തമാനം കുറേ പറഞ്ഞു. തേങ്ങ ഇടാൻ വന്ന ഉൽപ്പലാശനെ ചീത്തയെ പറഞ്ഞു. എല്ലാം കഴിഞ്ഞ് ഇപ്പൊ വീണിതല്ലോ കിടക്കുന്നു ധരണിയിൽ സോളിതവും അണിഞ്ഞ യോജിച്ചു തേങ്ങ പോയി. ഞാൻ പോയി എടുത്തിട്ടോ. ഇന്ന് രാവിലെ നീ പറഞ്ഞു തേങ്ങ വേണമെന്ന്, ശരിയല്ലേ? അത് കടയിൽ നിന്ന് തന്നെ വാങ്ങണമെന്ന് നീ പറഞ്ഞു, ശരിയല്ലേ? അത് പറ്റില്ലെന്ന് ഞാൻ. തേങ്ങ ഈ തെങ്ങുന്ന തന്നെ മതി എന്ന് ഞാൻ. അത് നടക്കില്ല എന്ന് നീ. തേങ്ങ ഇതിനാണ് എടുത്തോട്ട് വരാൻ പറഞ്ഞത്. ഇത് കടയിൽ നിന്ന് വാങ്ങിയതല്ല, ഈ തെങ്ങുന്ന തന്നെ വീണ് തേങ്ങ. ഞാൻ ഇപ്പൊ ആര്യ ശരി. എന്നാലും വാശി ആര് ജയിച്ചു? ഞാൻ. വില്ലേജ് ഓഫീസർ മോഹനേശൻ. ഇപ്പൊ നിനക്ക് മനസ്സിലായോ ഈ മോഹനേശൻ ആരാണെന്ന്? തോപ്പിക്കാൻ നോക്കല്ലേ ഭാമേ? മോഹനേശൻ തോപ്പിക്കാൻ നോക്കല്ലേ? ഉത്തമ, തേങ്ങ തലയിൽ വീണ് തല പൊട്ടിയാലെന്താ? വില്ലേജ് ഓഫീസറുടെ വാശി ജയിച്ചല്ലോ. ഇനിയിപ്പോ ഇങ്ങനെ നോക്കിയിരിക്കാതെ ഓഫീസറെ എടുത്ത് ആശുപത്രി കൊണ്ടുവന്നു നോക്കും. അല്ലെങ്കിൽ നീര് വെച്ച് തല പൊങ്ങാതാവും. എനിക്ക് സാറേ ആശുപത്രിയിൽ 10 രൂപ കൂടുതൽ കൊടുക്കരുത്. അങ്ങനെ കൊടുത്താൽ കച്ചവടം നഷ്ടമാവും. നഷ്ടം. 10 രൂപ മുടക്കാനുള്ള മടി കൊണ്ടാണോ സ്വന്തം വാശി ജയിച്ചു കാണാനുള്ള വ്യഗ്രത കൊണ്ടാണോ മോഹനകൃഷ്ണൻ ഈ അബദ്ധത്തിൽ ചാടിയതെന്ന് കൃത്യമായി പറയാൻ ഞങ്ങൾക്കും പറ്റില്ല. പക്ഷേ ഇനിയിപ്പോൾ ആശുപത്രിയിൽ ചെലവാക്കേണ്ടി വരുന്ന പണത്തിന്റെ കണക്കറിയുമ്പോൾ ആഫീസറുടെ ബോധം പോകാനാണ് സാധ്യത. മടിയൻ മല ചുമക്കുമെന്ന പഴഞ്ചൊല്ലിൽ പതിരില്ല എന്ന് മാത്രം പറഞ്ഞവസാനിപ്പിച്ച് മറ്റൊരു നിസ്സാര കാര്യവുമായി കാര്യം നിസ്സാരം നാളെ രാത്രി 9 മണിക്ക്. കാര്യം നിസ്സാരം.